തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നെയ്യാറ്റിങ്കര നഗരസഭയിലെ കൂട്ടപ്പന വാർഡിലെ UDF സ്ഥാനാർത്ഥി യുവ വക്കീലാണ്. കോടതി വ്യവഹാരങ്ങളും ജനസേവനവും തനിക്ക് ഒരേ സമയം വഴങ്ങും എന്ന ആത്മവിശ്വാസം സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് അനിത പങ്കുവയ്ക്കുന്നു. രണ്ടും കൂടെ കൊണ്ടുപോകാൻ കഴിയുന്നത് വക്കീലായിട്ട് 11 വർഷമായി. പൊതുപ്രവർത്തന രംഗത്ത് എത്തിയിട്ട് ഇപ്പോൾ 5 വർഷം കംപ്ലീറ്റ് ആയി. രണ്ടും കൂടെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. രണ്ടും അഡ്വക്കേറ്റ് പ്രൊഫഷനായാലും ഏകദേശം ഒരു പൊതുപ്രവർത്തനം പോലെ തന്നെയാണ്. ഒരുപാട് പേരുടെ ഒരുപാട് ജീവിത പ്രശ്നങ്ങൾ നിയമത്തിലൂടെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തൊരു മേഖലയാണ്. അപ്പം അത് തന്നെയാണ് മറ്റ് ഒരു സേവന രംഗത്ത് നോക്കിക്കഴിഞ്ഞാലും അത് തന്നെയാണ്. ഇപ്പോൾ പഞ്ചായത്തിനെ റെപ്രസെൻറ്റ് ചെയ്തിരുന്ന സമയത്തായാലും ഒരുപാട് പേരുടെ അത് കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളായാലും ശരി തന്നെയാണ്, വലിയ കാര്യങ്ങളായാലും ശരി തന്നെയാണ്. ആ ഒരു സത്യത്തിൻ്റെ വഴിയിലൂടെ ചെയ്തു കൊടുക്കാനായിട്ട് ഈ ഒരു അഡ്വക്കേറ്റ് കുപ്പായം എനിക്ക് ഏറെ സഹായിച്ചിട്ടുണ്ട്. അതിയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് അനിത ഇത്തവണ ജനവിധി തേടുന്നത് നെയ്യാറ്റിങ്കര നഗരസഭയിലാണ് എന്നതാണ് കൗതുകം. അതിയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വെൺപകൽ വാർഡിൽ നാളിതുവരെ ചെയ്ത നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് കൂട്ടപ്പനയിലെ ജനങ്ങൾക്ക് ഈ യുവ വക്കീലിനെ സ്വീകാര്യയാക്കുന്നത്. ഒരു പതിറ്റാണ്ടിലധികമായി നെയ്യാറ്റിങ്കര കോടതിയിലെ സജീവ അഭിഭാഷകയാണ് അനിത. അതിയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ നിലവിലെ ഭരണസമിതിയുടെ ഉപ അധ്യക്ഷ എന്ന നിലയിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച വിശ്വാസം തന്നെയാണ് അനിതയെ ഇക്കുറി നെയ്യാറ്റിങ്കര നഗരസഭയിലെ സ്ഥാനാർത്ഥിത്വത്തിന് UDF തിരഞ്ഞെടുത്തതത്രേ. ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നെയ്യാറ്റിങ്കര നഗരസഭയിലെ കൂട്ടപ്പന വാർഡിലേക്ക് വന്നപ്പോൾ ഞാൻ ഒരിക്കലും അവർക്കിടയിൽ ഒരു പുതുമുഖമല്ല, അവരിൽ ഒരാളായിട്ട് തന്നെയാണ് അവരെല്ലാവരും എന്നെ നോക്കിക്കാണുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷം കൊണ്ട് അതിയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഓരോ പ്രവർത്തനങ്ങളിലൂടെയും ഞാൻ ഇവിടെയും പരിചിതയാണ്. കൂടാതെ ഏകദേശം 11 വർഷത്തോളം കൊണ്ട് നെയ്യാറ്റിങ്കര കോടതിയിലെ അഭിഭാഷക എന്ന നിലയിൽ ഒട്ടനവധി കേസ് കാര്യങ്ങളിൽ ചെയ്തിട്ടുള്ളത് കൊണ്ടും ഇവിടെയുള്ള ഒരാളായിട്ട് തന്നെയാണ് എന്നെ എല്ലാവരും കാണുന്നത്. അതിയന്നൂരിലെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ജനോപകാരപ്രദമായ ബഡ്ജറ്റുകൾ ആക്ഷേപങ്ങൾക്കിടവരുത്താത്ത തരത്തിൽ അവതരിപ്പിച്ച അനിത അഡ്വക്കേറ്റ് എന്ന നിലയിൽ കോടതി വ്യവഹാരങ്ങളുടെ തിരക്കും ജനസേവനവും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഇതിനോടകം തെളിയിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നാഷണൽ സർവീസ് സ്കീമിലെ മികച്ച വോളണ്ടിയറായിരുന്ന അനിത ആർജിച്ചെടുത്ത സേവന പാടവം തന്നെയാണ് കോവിഡ് കാലത്ത് മുന്നണി പോരാളികൾക്കൊപ്പം നിന്നുകൊണ്ട് മഹാമാരിയെ അതിജീവിക്കാൻ ജനങ്ങളെ പ്രാപ്തയാക്കിയത്. മഹാമാരി താണ്ഡവമാടുന്ന കാലഘട്ടത്തിൽ തൻ്റെ ഗ്രാമത്തിലെ രോഗബാധിതർക്ക് അവശ്യ സാധനങ്ങൾ എത്തിച്ചും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയും അനിത എന്ന പൊതുപ്രവർത്തക മാതൃകയായത് മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഏറെ ചർച്ച നേടിയിരുന്നു. കൊണ്ടുപോകുന്നുണ്ട്. കോടതി ജീവിതത്തിന് തടസ്സം വരാത്ത രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കോടതി സമയം കഴിഞ്ഞിട്ടായാലും പ്രചരണ രംഗത്ത് എനിക്ക് മാക്സിമം നിൽക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അറിയാലോ, പുതിയ തട്ടകമാണ്. അതിനു ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടിരുന്നു. അതിനു ഗ്രാമപഞ്ചായത്തിൽ 5 വർഷക്കാലം പ്രവർത്തിച്ചിരുന്ന സമയത്തും ഞാൻ ഈ നെയ്യാറ്റിങ്കര കൂട്ടപ്പന നിവാസി തന്നെയാണ്. കൂട്ടപ്പനയിൽ നിന്ന് തന്നെയാണ് അതിനുവിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇവിടുന്ന് തന്നെയാണ് അങ്ങോട്ട് ഡെയിലി പോയി കാര്യങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലെനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ കുറച്ച് ആൾക്കാർ ഉള്ളിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഞാനെന്നൊരു വ്യക്തി പെട്ടെന്നൊരു യുവതലമുറയിൽ നിന്ന് ഒരാൾ, ഒരു അഡ്വക്കേറ്റ് വരുന്നൊരു അക്സെപ്റ്റൻസ്, ഒരു സ്വീകാര്യത വളരെ എന്നെ നല്ല രീതിയിൽ എൻ്റെ പ്രചരണത്തിന് എനിക്ക് സഹായിക്കുന്നുണ്ട്. അപ്പം എന്തായാലും നല്ല രീതിയിലുള്ളൊരു നല്ലൊരു ഇത് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു റിസൾട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. മഹിളാ കോൺഗ്രസിന്റെ നെയ്യാറ്റിങ്കരയിലെ അധ്യക്ഷ എന്ന നിലയിൽ നേടിയെടുത്ത അനുഭവ സമ്പത്ത് നിരവധി അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ഒട്ടനവധി പ്രശ്നങ്ങൾ സാധാരണക്കാരുടെ ഒരു കുഞ്ഞു ഗ്രാമമായ അതിയന്നൂരിന്റെ ഉപാധ്യക്ഷയായിട്ടാണ് ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിച്ചത്. അവിടെ സ്ത്രീകൾക്കായാലും കുട്ടികൾക്കും ഇടയിൽ ഒരുപാട് നിയമപരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ വസ്തുപരമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും തന്നെ മറ്റൊരാളിന്റെ ആവശ്യത്തിലോട്ട് പോകാതെ എനിക്ക് തന്നെ എൻ്റെ നേതൃത്വത്തിൽ തന്നെ നിന്നുകൊണ്ട് പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ അതൊരു അനുഗ്രഹമായിട്ട് കാണുകയാണ്. വെൺപകലിൽ കാർഷിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, ആരോഗ്യ, തൊഴിൽ മേഖലകളിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു നൽകിയും ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയും ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു.
പൊതുപ്രവർത്തന രംഗത്തെ കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലത്തെ അനുഭവ സമ്പത്തും പുത്തൻ ആശയങ്ങളും കൂട്ടപ്പനയിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഈ യുവ വക്കീൽ. LDF സ്ഥാനാർത്ഥിയായി എ ബിന്ദുവും BJP സ്ഥാനാർത്ഥിയായി LK സുപ്രിയയും കൂട്ടപ്പനയിലെ മത്സര രംഗത്തുണ്ട്. വർത്തമാൻ ഇലക്ഷൻ ഡെസ്ക്.